2020 മാരകമായ നൊവിചോക്ക് വിഷപ്രയോഗത്തെ അതിജീവിച്ച് മരണത്തിന്റെ വക്കിൽ നിന്ന് അലക്സി നവാൽനി ജീവിതത്തിലേക്ക് തിരികെ വന്നു. നവാൽനി ജർമ്മനിയിൽ വിശ്രമിക്കുന്ന ആ മാസങ്ങളിൽ വ്ളാഡിമിർ പുടിൻ വെറുതെയിരുന്നില്ല. തന്റെ രാജ്യത്തിന്റെ ശക്തിയും ലോക നേതാവെന്ന നിലയിലുള്ള തന്റെ സ്വാധീനവും അരക്കിട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം. അതിനായി പുടിൻ നടത്തിയത് വളരെ സാഹസികവും അമ്പരപ്പിക്കുന്നതുമായ നീക്കങ്ങളാണ്. 2020 ഒക്ടോബർ 7 വ്ളാഡിമിർ പുടിന്റെ 68ാം ജന്മദിനമായിരുന്നു അന്ന്. റഷ്യയുടെ വടക്ക് ഭാഗത്തുള്ള ആർട്ടിക് സമുദ്രത്തിന്റെ ഭാഗമായ വൈറ്റ് സീയിൽ റഷ്യൻ നാവികസേനയുടെ അഡ്മിറൽ ഗോർഷോവ് എന്ന കൂറ്റൻ യുദ്ധക്കപ്പൽ നങ്കൂരമിട്ട് കിടക്കുന്നു. പുടിന്റെ ഉത്തരവ് ലഭിച്ചയുടനെ കപ്പലിനുള്ളിൽ നിന്ന് വലിയൊരു തീഗോളമായി ആകാശം മുഴങ്ങുന്ന ശബ്ദത്തോടെ ആ മാരകായുധം കുതിച്ചുയർന്നു. സിർക്കോൺ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ശബ്ദത്തെക്കാൾ 8 മടങ്ങ് വേഗതയിൽ സെക്കൻഡിൽ ഏകദേശം 3 കിലോമീറ്റർ വേഗതയിൽ ആകാശത്തെ കീറി മുറിച്ചു പാഞ്ഞ ആ മിസൈലിന്റെ കുതിപ്പിന് മുന്നിൽ റഡാറുകൾ അന്ധമായി പോയി. സിർക്കോൺ മിസൈലിന് തടഞ്ഞു നിർത്താൻ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും കഴിയില്ല. റഷ്യയെ വരിഞ്ഞുമുറുക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും പുടിൻ നൽകിയ മറുപടിയായിരുന്നു ആ മിസൈൽ വിക്ഷേപണ പരീക്ഷണം. മിസൈലുകൾ കൊണ്ട് അതിർത്തികളും നിയമങ്ങൾ കൊണ്ട് സിംഹാസനവും സുരക്ഷിതമാക്കി പുടിൻ ആ വർഷം അവസാനിപ്പിച്ചു. തന്റെ ഏറ്റവും വലിയ ശത്രുവായ നവാൽനി ജീവഭയം കാരണം ഇനി റഷ്യയിലേക്ക് തിരികെ വരില്ലെന്ന് പുടിൻ കരുതി. എന്നാൽ പുടിന്റെ ആ കണക്കുകൂട്ടലുകൾ തെറ്റാൻ പോവുകയായിരുന്നു. യൂറോപ്പിൽ അഭയാർത്ഥിയായി കഴിയാതെ 2021 ജനുവരി 17 ഭാര്യ ലൂയിയോടൊപ്പം നവാൽനി മോസ്കോയിലേക്ക് വിമാനം കയറി. വിമാനം ലാൻഡ് ചെയ്യുന്നത് കാത്ത് മോസ്കോയിലെ നുക്കോവോ വിമാനത്താവളത്തിൽ നവാൽനിയുടെ ആയിരക്കണക്കിന് അനുഭാവികൾ തടിച്ചുകൂടിയിരുന്നു. അതിനാൽ റഷ്യൻ ഭരണകൂടം തന്ത്രപരമായി ആ വിമാനത്തെ മോസ്കോയിലെ ഷെർമത്തിയേവോ വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു. വിമാനം ലാൻഡ് ചെയ്തതും പാസ്പോർട്ട് പരിശോധനാ കേന്ദ്രത്തിൽ വെച്ച് തന്നെ റഷ്യൻ പോലീസ് നവാൽനിയെ വളഞ്ഞു. താൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെന്നുറപ്പായ നിമിഷത്തിൽ ലോകമാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് ഭാര്യ ലൂയിയെ അവസാനമായി കെട്ടിപ്പിടിച്ചു ചുംബിച്ച് നവാൽനി പോലീസിനോടൊപ്പം നടന്നു നീങ്ങി. എന്നാൽ നവാൽനി പുടിനു വേണ്ടി കാത്തുവച്ചിരുന്ന ഏറ്റവും വലിയൊരു ബോംബ് പൊട്ടാൻ പോകുന്നതേയുണ്ടായിരുന്നുള്ളൂ. നവാൽനി ജയിലിലായി കൃത്യം 2 ദിവസത്തിനു ശേഷം അഴിമതി വിരുദ്ധ സംഘടനയായ FBK യൂട്യൂബിൽ ഒരു ഡോക്യുമെന്ററി പുറത്തുവിട്ടു. പുടിൻസ് പാലസ് ഹിസ്റ്ററി ഓഫ് വേൾഡ്സ് ബിഗസ്റ്റ് ബ്രൈബ് അഥവാ പുടിന്റെ കൊട്ടാരം ലോകത്തിലെ ഏറ്റവും വലിയ കൈക്കൂലിയുടെ കഥ എന്ന പേരിൽ പുറത്തിറങ്ങിയ ആ ഡോക്യുമെന്ററിയിൽ കരിങ്കടൽ തീരത്ത് വ്ളാഡിമിർ പുടിനു വേണ്ടി റഷ്യൻ ശതകോടീശ്വരന്മാർ രഹസ്യമായി നിർമ്മിച്ചു നൽകിയ 8,000 കോടി രൂപ വിലമതിക്കുന്ന ഒരു കൂറ്റൻ കൊട്ടാരത്തിന്റെ രഹസ്യ ദൃശ്യങ്ങളുണ്ടായിരുന്നു. ഭൂഗർഭ ഐസ് ഹോക്കി റിംഗ്, കാസിനോ, സ്വകാര്യ തിയേറ്റർ, ഹെലികോപ്റ്റർ പാഡുകൾ എന്നിവയൊക്കെയുള്ള ആഡംബര കൊട്ടാരത്തിന്റെ വീഡിയോ റഷ്യൻ ജനതയെ ശരിക്കും ഞെട്ടിച്ചു. കോവിഡ് മഹാമാരിയിലും സാമ്പത്തിക മാന്ദ്യത്തിലും രാജ്യത്തെ സാധാരണക്കാർ നട്ടം തിരിയുമ്പോൾ പ്രസിഡന്റ് നയിക്കുന്ന ആഡംബര ജീവിതത്തിന്റെ നേർക്കാഴ്ച ജനങ്ങളിൽ വലിയ രോഷമുണ്ടാക്കി. റഷ്യയുടെ കുതിപ്പിൽ അസ്വസ്ഥരായ പാശ്ചാത്യ ശക്തികൾ നവാൽനിയെ മുൻനിർത്തി നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നു ആ വീഡിയോ എന്നതായിരുന്നു പുടിന്റെ വാദം. യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന വെറും 3D ഗ്രാഫിക്സുകൾ ഉപയോഗിച്ചാണ് അമേരിക്കൻ ഏജൻസികളുടെ സഹായത്തോടെ ആ വ്യാജ വീഡിയോ നിർമ്മിച്ചതെന്ന് റഷ്യൻ ഭരണകൂടം ഉറപ്പിച്ചു പറഞ്ഞു. നവാൽനിയുടെ വീഡിയോയിൽ പറയുന്ന ആ കൊട്ടാരത്തിൽ നേരിട്ടെത്തിയ സർക്കാർ മാധ്യമപ്രവർത്തകർ അതിന്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ ജനങ്ങളെ കാണിച്ചു.
കാസിനോയും ആഡംബര തിയേറ്ററുകളുമുണ്ടെന്ന് നവാൽനി അവകാശപ്പെട്ട സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയാകാത്ത കോൺക്രീറ്റ് ചുമരുകളും സിമന്റ് ചാക്കുകളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരിക്കലും പുട്ടിന്റെ രഹസ്യ കൊട്ടാരമായിരുന്നില്ല. മറിച്ച് ടൂറിസം വരുമാനം ലക്ഷ്യമിട്ട് നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു കൂറ്റൻ അപ്പാർട്ട്മെന്റ് ഹോട്ടൽ പദ്ധതിയാണെന്ന് രാജ്യത്തെ മുൻനിര വ്യവസായിയായ അർക്കാഡി റോബൻബർഗ് വെളിപ്പെടുത്തി. ആരോപണങ്ങളെ വ്ളാഡിമിർ പുടിൻ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞെങ്കിലും ആ വീഡിയോ റഷ്യൻ യുവത്വത്തിനിടയിൽ വലിയൊരു കൊടുങ്കാറ്റായി മാറി. ജനുവരി അവസാന വാരങ്ങളിൽ റഷ്യൻ ചരിത്രം കണ്ട വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. സൈബീരിയയിലെ കൊടും തണുപ്പിൽ -50°C പോലും വകവയ്ക്കാതെ മോസ്കോ മുതൽ വ്ളാഡിവോസ്റ്റോക്ക് വരെയുള്ള 100-ലധികം നഗരങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. പുടിൻ ആ പ്രക്ഷോഭങ്ങളെ പതിവ് ശൈലിയിൽ തന്നെ നേരിട്ടു. നിയമവിരുദ്ധമായി തെരുവിലിറങ്ങി കലാപമുണ്ടാക്കാൻ ശ്രമിച്ച 10,000-ലധികം ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ ഒത്തുചേരലുകളെ ഭരണകൂടം വളരെ വേഗത്തിൽ തന്നെ അടിച്ചമർത്തി. ഫെബ്രുവരി മാസത്തിൽ പരോൾ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന പഴയൊരു കേസിൽ റഷ്യൻ കോടതി അലക്സി നവാൽനിയെ വിചാരണ ചെയ്തു. അമേരിക്കൻ ഫണ്ട് ഉപയോഗിച്ച് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന വാദങ്ങളെ ശരിവച്ചുകൊണ്ട് കോടതി അദ്ദേഹത്തിന് 2.5 വർഷത്തെ കഠിന തടവ് വിധിച്ചു. മോസ്കോയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള കുപ്രസിദ്ധമായ IK2 പീനൽ കോളനിയിലേക്ക് അദ്ദേഹത്തെ മാറ്റി. ആഭ്യന്തരമായ ഭീഷണികളെ അടിച്ചമർത്തിയതിനു ശേഷം വ്ളാഡിമിർ പുടിന്റെ ശ്രദ്ധ വീണ്ടും രാജ്യത്തിന്റെ അതിർത്തികൾക്ക് പുറത്തേക്ക് നീണ്ടു. റഷ്യയുടെ അതിർത്തികളിലേക്ക് അമേരിക്കയുടെ നേതൃത്വത്തിൽ നാറ്റോ സേന കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് കനത്ത ഭീഷണിയാണെന്ന് പുടിൻ പ്രഖ്യാപിച്ചു. ആ ഭീഷണിയെ ഇല്ലാതാക്കാൻ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സൈനിക നീക്കത്തിനായി അദ്ദേഹം തന്റെ ചതുരംഗ പലകയിൽ കരുക്കൾ നീക്കിത്തുടങ്ങി. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. 2021 ഏപ്രിൽ മാസം. കോവിഡിന്റെ 2ാം തരംഗത്തോട് ലോകം പോരാടുകയാണ്. അതിനിടയിലാണ് റഷ്യൻ സൈന്യത്തിന്റെ കൂറ്റൻ ടാങ്കുകളും പീരങ്കികളും യുക്രൈൻ അതിർത്തിയിലേക്ക് ഇരച്ചെത്തിയത്. 100,000-ഓളം റഷ്യൻ സൈനികരെ പുടിൻ യുക്രൈൻ അതിർത്തിയിൽ വിന്യസിച്ചു. രാജ്യാതിർത്തി വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യമായിരുന്നില്ല പുടിന്റെ മനസ്സിൽ. റഷ്യ നടത്തിയ സൈനിക നീക്കത്തിനു പിന്നിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രപരമായ കാരണങ്ങളും പാശ്ചാത്യ ശക്തികൾ നാറ്റോയെ കൂട്ടുപിടിച്ചുകൊണ്ട് റഷ്യൻ അതിർത്തിയിലേക്ക് നടത്തുന്ന നീക്കത്തെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യവുമുണ്ടായിരുന്നു. ചരിത്രപരമായി റഷ്യയും യുക്രൈനും ഒരേ വേരുകളിൽ നിന്ന് വളർന്നു വന്നവരാണ്. ഒരേ സംസ്കാരവും ഭാഷയും പങ്കിടുന്നവർ. എന്നാൽ 1991-ൽ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ യുക്രൈൻ ഒരു സ്വതന്ത്ര രാജ്യമായി മാറി. ഇത് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭൗമരാഷ്ട്രീയ ദുരന്തമായാണ് പുടിൻ കണ്ടത്. യുക്രൈനില്ലാതെ റഷ്യൻ സാമ്രാജ്യം പൂർണ്ണമാകില്ലെന്നും യുക്രൈൻകാർ റഷ്യയുടെ സ്വന്തം ജനതയാണെന്നും പുടിൻ വിശ്വസിച്ചു. സ്വന്തം സഹോദരങ്ങൾ പാശ്ചാത്യരുടെ കൂടെ പോകുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. പുടിനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് നാറ്റോ ആയിരുന്നു. സോവിയറ്റ് യൂണിയനെതിരെ അമേരിക്കൻ നേതൃത്വത്തിലുണ്ടാക്കിയ സൈനിക സഖ്യമാണ് നാറ്റോ. 90-കൾക്ക് ശേഷം നാറ്റോ പതിയെ കിഴക്കൻ യൂറോപ്പിലേക്ക് വികസിക്കാൻ തുടങ്ങി. യുക്രൈൻ കൂടി നാറ്റോയിൽ ചേർന്നാൽ അമേരിക്കൻ മിസൈലുകൾക്കും സൈന്യത്തിനും റഷ്യയുടെ തൊട്ടടുത്ത് വരെ എത്താം.
എന്നാൽ 2021 ആയപ്പോഴേക്കും പുതിയ യുക്രൈൻ പ്രസിഡന്റായ വൊളോഡിമിർ സെലൻസ്കി റഷ്യക്കെതിരെ കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു തുടങ്ങി. സെലൻസ്കി പുടിന്റെ അടുത്ത സുഹൃത്തായ വിക്ടർ മെദ്വെദ്ചുക്കിനെ യുക്രൈനിൽ വീട്ടുതടങ്കലിലാക്കുകയും റഷ്യൻ ഫണ്ട് കൈപ്പറ്റുന്ന വാർത്താ ചാനലുകൾ പൂട്ടിക്കുകയും ചെയ്തു. പോരാത്തതിന് കുടിവെള്ള വിതരണം യുക്രൈൻ അടച്ചതോടെ അവിടെ വലിയ വരൾച്ച ഉണ്ടാവുകയും ചെയ്തു. അമേരിക്കയിൽ പുതിയ പ്രസിഡന്റായി ജോ ബൈഡൻ അധികാരമേറ്റ സമയമായിരുന്നു അത്. ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പുടിനെ കൊലയാളിയെന്ന് ബൈഡൻ വിളിച്ചത് അദ്ദേഹത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. പുതിയ അമേരിക്കൻ പ്രസിഡന്റ് യുക്രൈനു വേണ്ടി എത്രത്തോളം മുന്നോട്ട് വരുമെന്ന് പരിശോധിക്കാനും അമേരിക്കയെ വിരട്ടാനും വേണ്ടി കൂടിയായിരുന്നു ഏപ്രിലിലെ ആ വലിയ സൈനികാഭ്യാസം. പുടിന്റെ തന്ത്രം ഫലിച്ചു. യുദ്ധഭീതി ഉയർന്നതോടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പുടിനെ വീഡിയോ കോളിൽ വിളിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണെന്നറിയിച്ചു. തുടർന്ന് 2021 ജൂൺ 16 സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വച്ച് ഇരുവരും നേരിട്ട് കൂടിക്കാഴ്ച നടത്തി. ചർച്ചയ്ക്ക് ശേഷം റഷ്യ സൈന്യത്തെ അതിർത്തിയിൽ നിന്ന് താൽക്കാലികമായി പിൻവലിച്ചു. ജനീവയിലെ സമാധാന ചർച്ചകൾക്കും അമേരിക്കയുടെ വാഗ്ദാനങ്ങൾക്കും റഷ്യയുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ലെന്ന് പുടിന് അറിയാമായിരുന്നു. ഉച്ചകോടി കഴിഞ്ഞ് കൃത്യം 1 മാസത്തിന് ശേഷം 2021 ജൂലൈ 12 അദ്ദേഹം 5000-ഓളം വാക്കുകളുള്ള ഒരു സുദീർഘമായ ലേഖനം പ്രസിദ്ധീകരിച്ചു. ചരിത്രപരമായി റഷ്യക്കാരും യുക്രൈൻകാരും ഒറ്റ ജനതയാണെന്നും അവരെ തമ്മിലടുപ്പിച്ച് അവിടെ ഒരു ആന്റി റഷ്യ പദ്ധതി നടപ്പിലാക്കാനാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അമേരിക്കയുടെ ഈ ഭിന്നിപ്പിച്ചു ഭരിക്കൽ തന്ത്രത്തിനെതിരെയുള്ള ശക്തമായൊരു താക്കീതും റഷ്യയുടെ ചരിത്രപരമായ ഐക്യം നിലനിർത്താനുള്ള ഒരു അന്തിമ മുന്നറിയിപ്പും കൂടിയായിരുന്നു ആ ലേഖനം. എന്നാൽ പുടിന്റെ മുന്നറിയിപ്പുകളെ മുഖവിലക്കെടുക്കാതെ നാറ്റോയും അമേരിക്കയും യുക്രൈനിലേക്ക് വൻതോതിൽ ആയുധങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്നു. റഷ്യയുടെ നിലനിൽപ്പിന് തന്നെ ഈ നീക്കം വലിയ ഭീഷണിയായി. ഈയൊരു സാഹചര്യത്തിൽ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പുടിൻ അതിർത്തികളിൽ സൈനിക വിന്യാസം ശക്തമാക്കി. ഒരു യുദ്ധം ഒഴിവാക്കാനായി റഷ്യ വളരെ ന്യായമായ ചില സുരക്ഷാ ആവശ്യങ്ങൾ പാശ്ചാത്യർക്ക് മുന്നിൽ വച്ചു. യുക്രൈനെ നാറ്റോയിൽ എടുക്കില്ലെന്ന് രേഖാമൂലം ഉറപ്പ് നൽകണം. ഒപ്പം റഷ്യയുടെ അതിർത്തികളിൽ വിന്യസിച്ച നാറ്റോ സൈന്യത്തെ പിൻവലിക്കണം. റഷ്യയുടെ ആവശ്യങ്ങളെ അമേരിക്കയും നാറ്റോയും തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു. യുക്രൈനെ ഉപയോഗിച്ച് റഷ്യയെ തളർത്തുക എന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ നാറ്റോയുടെ പിൻബലത്തിൽ യുക്രൈൻ ഏത് നിമിഷവും കിഴക്കൻ അതിർത്തികളിലെ റഷ്യൻ വംശജരെ ആക്രമിക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളായിരുന്നു പുടിന് മുന്നിൽ ഉണ്ടായിരുന്നത്. 2021 ഡിസംബർ അവസാനിക്കുമ്പോൾ യുക്രൈൻ അതിർത്തികളിൽ 1.5 ലക്ഷത്തോളം റഷ്യൻ സൈനികർ നിലയുറപ്പിച്ചിരുന്നു. അമേരിക്കയും നാറ്റോയും ചേർന്ന് തീർത്ത പ്രതിസന്ധികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ വ്ളാഡിമിർ പുടിൻ എന്ന ലോക നേതാവ് നെഞ്ചു വിരിച്ചു നിന്നു. 2022 ജനുവരിയും കടന്ന് ഫെബ്രുവരിയിലേക്ക് എത്തുമ്പോഴും യുക്രൈനിലേക്ക് നാറ്റോ കൂടുതൽ അത്യാധുനിക ആയുധങ്ങൾ ഒഴുക്കിക്കൊണ്ടിരുന്നു. റഷ്യ യുക്രൈനെ ആക്രമിക്കാൻ പോകുന്നു എന്ന ഭയം സൃഷ്ടിച്ച് യൂറോപ്പിലാകെ യുദ്ധക്കൊതി വളർത്താനാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ശ്രമിച്ചത്. എന്നാൽ റഷ്യൻ അതിർത്തികളെ ശ്വാസം മുട്ടിക്കുന്ന നാറ്റോയുടെ ഈ അപകടകരമായ നീക്കങ്ങളെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ പുടിൻ തയ്യാറായില്ല. ഫെബ്രുവരി പകുതിയോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. കിഴക്കൻ യുക്രൈനിലെ ഡോൺബാസ് മേഖലയിൽ യുക്രൈൻ സൈന്യം റഷ്യൻ വംശജർക്ക് നേരെയുള്ള ഷെല്ലാക്രമണങ്ങൾ അതിരൂക്ഷമാക്കി. പാശ്ചാത്യ പിന്തുണയോടെ അവിടെ നടക്കുന്ന ആക്രമണങ്ങളുടെ നേർക്കാഴ്ചകൾ പുടിനെ ഏറെ അസ്വസ്ഥനാക്കി.
അവിടെയുള്ള നിരപരാധികളായ റഷ്യൻ ജനതയുടെ ജീവൻ സംരക്ഷിക്കുക എന്നത് മാതൃരാജ്യത്തിന്റെ ചരിത്രപരമായ കടമയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അമേരിക്കയുടെ കളിപ്പാവയായി മാറിയ യുക്രൈൻ ഭരണകൂടത്തിൽ നിന്ന് യാതൊരു നീതിയും ഡോൺബാസിലെ ജനതയ്ക്ക് ലഭിക്കില്ലെന്ന് പുടിന് ബോധ്യമായി. ഒടുവിൽ 2022 ഫെബ്രുവരി 21 വ്ളാഡിമിർ പുടിൻ ലോകത്തെയാകെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ചരിത്ര പ്രഖ്യാപനം നടത്തി. കിഴക്കൻ യുക്രൈനിലെ സ്വയം പ്രഖ്യാപിത റിപ്പബ്ലിക്കുകളായ ഡൊനെറ്റ്സ്കിനെയും ലുഹാൻസ്കിനെയും സ്വതന്ത്ര രാജ്യങ്ങളായി റഷ്യ ഔദ്യോഗികമായി അംഗീകരിച്ചു. അവരുമായി സൗഹൃദവും പരസ്പര സൈനിക സഹകരണവും ഉറപ്പാക്കുന്ന സുപ്രധാന കരാറുകളിൽ അദ്ദേഹം ഒപ്പുവച്ചു. റഷ്യയെ തകർക്കാൻ യുക്രൈനെ കരുവാക്കിയ അമേരിക്കൻ തന്ത്രങ്ങൾക്കേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു പുടിന്റെ ആ നീക്കം. യുക്രൈൻ സൈന്യത്തിന്റെ ആക്രമണങ്ങളിൽ നിന്ന് അവിടെയുള്ള ജനങ്ങളെ സംരക്ഷിക്കാൻ റഷ്യൻ സേനയെ സമാധാന സേനയായി ആ പുതിയ റിപ്പബ്ലിക്കുകളിലേക്ക് അയക്കാൻ പുടിൻ ഉത്തരവിട്ടു. പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികൾ താൻ വരച്ച അവസാനത്തെ റെഡ് ലൈനും ലംഘിച്ചപ്പോൾ റഷ്യയുടെ പരമാധികാരവും ജനങ്ങളുടെ ജീവനും സംരക്ഷിക്കാൻ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ആ സൈനിക നീക്കത്തിന് പുടിൻ പച്ചക്കൊടി കാട്ടി. ലോകം സമാനതകളില്ലാത്ത മറ്റൊരു മഹായുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു.